അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൽ മുഅ്മിനീങ്ങളായ ആൾമാരെ വിശേഷണ ചൊല്ലോടെ അങ്ങനെ ലക്ഷണ ചൊല്ലോടെ അള്ളാഹു ചെന്ന വൽ കാളിമീനൽ ഗൈൽ വൽ ആഫീന അനിന്നാസ്. മുഅ്മിനീങ്ങൾ ചെന്നെങ്കിൽ അങ്ങനെ ലക്ഷണമായിട്ടേക്ക് അങ്ങ് അർസത്തെ പിടിച്ച് വെക്കിടാർ. അർസ അങ്ക് പറല്ല, അർസ ബന്നെങ്കിലും അതേ തടഞ്ഞു വെക്കിടാറ്. വല്ല ആഫീൻ അനിന്നാസ്, മനുഷ്യന്മാരെ അങ്ങ് മാഫ് കൊടുക്കിടാറ്. മനുഷ്യന്മാരിൽ നിന്നിട്ട് എന്തെങ്കിലും ഉപദ്രവമെങ്കിൽ അത് മനസ്സിൽ വെച്ചിട്ട് അങ്ങനെ നടക്കല്ലേ, മാഫ് കൊടുത്തു വിടുവാറ്, അവിടെ തീർത്തല്ലേ. ഇത് മുഅ്മിനീങ്ങളെ ലക്ഷണമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എണ്ണിട. അപ്പോൾ ഈ രണ്ട് സ്വഭാവം എൻ്റെ ഞങ്ങളിൽ ഭാര്യ കുറവായിട്ടിരിക്കും. ഞങ്ങൾക്ക് അർസ മൂക്കട കോട്ടിലെ അർസ ഉണ്ട്, എപ്പോൾ നോക്കി അർസ പണ്ട് അർസ വന്നിട്ട് എന്തെല്ലാം അവാന്തരങ്ങൾ അങ്ങ് ആക്കി പോകണ്ട. അതുപോലെ എന്തെങ്കിലും മനുഷ്യന്മാരിലിട്ട് ഉപദ്രവം സഹജ ഉപദ്രവായിട്ടിക്കടല്ലേ, ആ ഉപദ്രവമെങ്കിൽ അതിലെപ്പോലും മനസ്സിൽ വെച്ച് ഇങ്ങനെ നടക്കടേ, ഒരു മനുഷ്യന്മാർക്ക് ഒരു മാഫ് കൊടുക്കല്ലേ. അങ്ങനത്തെ സ്വഭാവം നമുക്കില്ല. ഈ രണ്ട് സ്വഭാവം ഞങ്ങൾ ഇന്നെങ്കിലേ ഞങ്ങൾ യഥാർത്ഥ മുഅ്മിനായിട്ട് ഞങ്ങൾ ജീവിക്കും സാധ്യമാവും. അപ്പോൾ അർസ ഈ അർസ ചെല്ലത് വെറും ഒരു ചീത്ത സ്വഭാവമായിട്ടേക്ക്. അർസ ചെല്ലത് മനുഷ്യവും എന്നല്ലേ നഷ്ടമേ ഉണ്ടാക്കുമല്ലാണ്ട് ലാഭം ഉണ്ടാക്കല്ലാണ്ട്. അതുകൊണ്ടായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരാൾ വന്ന് ചെല്ലിട്ട് ഔസിനി യാ റസൂലല്ലാഹ്, അള്ളാഹിൻ്റെ റസൂലെ നിങ്ങൾക്ക് വസിയത്താക്കർ ഉപദേശിച്ച് തരും. അപ്പോൾ ചെന്നില്ല തഗ്ലബ്, ദ്വേഷിക്കണ്ടല്ല, നീക്ക് അർസ പറവ് തീരാ ചെന്ന്. അയാൾ പിന്നെയും കേടുത്ത് പിന്നെയും വസിയത്ത് ചെല്ലും. ഫറദ്ദദ മിറാറൻ ലാ തഗ്ലബ്, സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെയും ആവർത്തിച്ച് നിറഞ്ഞു വട്ട ചെന്ന് ലാ തഗ്ലബ് ലാ തഗ്ലബ്, അർസ പറവ് തീരാ അർസ പറവ് തീരാ. മനുഷ്യ അർസ ചെല്ലതിക്കോ തീരാണ്ട്. ഈ വിഷയത്തിൽ ഇന്നൊരു ഹദീസ് കാണുന്നത് ലൈസ ശദീദു ബിസ്സുർഅ ഇന്നമ ശദീദുല്ലദി യംലികു നഫ്സഹു ഇൻദൽ ഗളബ്. നിങ്ങളുടെ കൂട്ടത്തിൽ പിന്നെ ശക്തിವಂತ ആറ്, പവർഫുൾ മാൻ ആറ്, അവನು കുസ്തി പട്ടുമായിട്ട് അഥവാ റെസ്ലിംഗ് ആക്കിയിട്ട ബോക്സിംഗ് ആക്കിയിട്ട അല്ലെങ്കിൽ വേറെ കബഡി കളിച്ചിട്ട ജയിക്കണവനല്ല യഥാർത്ഥത്തിൽ ശക്തിയുള്ളവന്. യഥാർത്ഥത്തിൽ ശക്തിയുള്ളവനാറ് മൻ ഹബസ നഫ്സഹു ഇൻദൽ ഗളബ്, അല്ലെങ്കിൽ ഇന്നമ ശദീദുല്ലദി യംലികു നഫ്സഹു ഇൻദൽ ഗളബി. അർസ വന്ന സന്ദർഭത്തിൽ തൻ്റെ ശരീരത്തെ കൺട്രോളാക്കി കൊണ്ടുപോകണം. അർസ വന്നപ്പോൾ ശരീരത്തെ കൺട്രോളാക്കാൻ അത്ര സുലഭത്തില്ല. അത് വലിയ സബറിൽ നമുക്ക് സാധിക്കും. എന്തെങ്കിലും നമുക്ക് ഇന്നൊരാൾ എന്നിട്ട് അർസ വന്നപ്പോൾ അതിൽ കൺട്രോൾ ആക്കണോ, അത്ര സുലഭമില്ല. നിങ്ങൾ കൺട്രോൾ ആക്കാണ്ട് നിങ്ങൾ ചിലപ്പോൾ അടിച്ചു പോവാം, അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു പോവാം. ഈ അടിക്കലും ഈ പറയലും പിന്നെ പിന്നെ കലഹത്ത് കാരണമാവും, അർസത്ത് കാരണമാവും. പക്ഷേ ആ സന്ദർഭത്തിൽ നിങ്ങൾ സബറാക്കിയെങ്കിൽ അത് വലിയ ഫലം കിട്ടും നമുക്ക്. ആ ഒരു സന്ദർഭത്തിൽ നിങ്ങൾ പൂർണ്ണമായിട്ടും ഇബ്ലീസിനെ പിന്നെ എന്തായിരിക്കും കൺട്രോളിങ്ങായി പോകണ്ട. അതുകൊണ്ടായിരിക്കും ഇബ്ലീസ് ചെന്ന് നമുക്ക് ഏറ്റവും സന്തോഷിക്കുന്ന മനുഷ്യരുടെ സ്വഭാവത്തിൽപ്പെട്ടതായിരിക്കും അർസ പറലേ ചെല്ലുന്നുണ്ട്. കാരണം എന്താ, അർസ വന്നപ്പോൾ പിന്നെ മനുഷ്യ പൂർണ്ണമായിട്ട് തൻ്റെ കൺട്രോളിൽ വേണ്ട. ഏതുപോലെ ഒരു മക്കളെ കയ്യിൽ ബോൾ കിട്ടിയ പോലെയായിട്ട്, മക്കളെ കയ്യിൽ ബോൾ കിട്ടിയ മക്കൾ അതിൽ കളിക്കരു ചവിട്ടു എന്തെല്ലാം ആക്കണം ബോളിൻ്റെ. ഇതുപോലെ മനുഷ്യ അർസ വന്നപ്പോൾ അവൻ പൂർണ്ണമായിട്ട് എൻ്റെ കൺട്രോളിലേക്കിട, പിന്നെ നാച്ചൊന്നും പോലെ അവന് കേൾക്കണാണ്ട്. അതുകൊണ്ടായിരിക്കും അർസ വന്നത് കൊണ്ടു എത്രമാ കുടുംബത്തിൽ കലഹം ഉണ്ടാവുള്ളൂ. അർസത്തെ മുഖത്തുള്ള എന്തെങ്കിലും ചൊന്നിട്ടാണെങ്കിൽ ആ ചൊന്നത് കൊണ്ട് അവനങ്ങനെ ചൊന്നല്ലേ ചെന്നിട്ട് കാലകാല അർസത്തിലും ഉണ്ടാവുള്ളൂ. അർസത്തെ മുഖത്തുള്ള ആർക്കെങ്കിലും അടിച്ചെങ്കിൽ അവൻ തിരിച്ചടിക്കട, അങ്ങനെ അടിപ്പിടിയാവുള്ളൂ. നല്ല ഫംഗ്ഷൻ മങ്ങിത്തെ ഫംഗ്ഷനിൽ അവിടെ ആരെന്തെങ്കിലും ചെന്നപ്പോൾ അർസ വന്നിട്ടാകുമ്പോൾ അവൻ എന്താക്കിയ അവൻ അടിച്ചപ്പോൾ അവൻ വിടണം, അവൻ തിരിച്ച് പോകണം കടിച്ച. അപ്പോൾ രണ്ട് പാർട്ടിയിട്ട് ഈ ഗലട്ടായിട്ട് എന്തെല്ലാം എവിടെയെല്ലാം എത്തി പോകണ്ടു. ഈ അടുത്തൊരു സോഷ്യൽ മീഡിയത്തിൽ വന്നതായ ഒരു സംഭവമായിട്ടേക്ക് ഒരു പെണ്ണിങ്ങ, ആ പെണ്ണിങ്ങ മാർക്കറ്റിൽ തർക്കാരി വിത്തുകൊണ്ടുള്ള ആൾ ഒരു ഉമ്മ. ആ ഉമ്മക്ക് ശരി കിടാവുണ്ട്, അങ്ങനെ നല്ല ബാണിയായിട്ടുണ്ട്. ഒരു മുഖത്ത് കസ്റ്റമർസ് ഉള്ളാറ്, ഇന്നൊരു മുഖത്ത് ആ കിടാവ് ഹട്ട പിടിച്ചിട്ട് ഉൾപ്പെടുന്നുണ്ട്, ഭയങ്കര ഹട്ടായിട്ട് ആ കിടാവ്, ചെറിയ കിടാവായിട്ട്. അങ്ങനെ പോലെ സബറാക്കിയാൽ പിന്നെ പോലെ സതിച്ചില്ല. ലാസ്റ്റ് ടൈം ഒരു കത്തി എടുത്ത് കൊത്താൽ കൊത്തിയാൽ ആ കിടാവിടെ.
ಸಂತ ಕಿರಾವಡೆಯೂ ಕೊತ್ತಿ ನೋಡ್ಕೊಂಡು ಇಬ್ಲೀಸ್ರೆ ಪೂರ್ಣമായ ಕಂಟ್ರೋಲ್ ತಮ್ಮ ಅದನ್ನ ಅರ್ಥ ಬಂತಲ್ಲೇ ആ കൺട്രോളിലിട്ട് ആ കൺട്രോൾ ഇബ്ലീസിൻ്റെ കൺട്രോൾ വന്നപ്പോൾ അവളുടെ കൺട്രോൾ തപ്പിയപ്പോൾ അവരെന്താക്കിയാൽ സ്വന്തം കിരാവിടെ മേ കൊത്തിയാൽ അങ്ങനെ കിരാവ് പടച്ച് മരിച്ചു വീഴ്ത്തുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയായിട്ട് അർസ ചെല്ലത് കൊണ്ടായിട്ട് ജാഫർ ബിൻ മുഹമ്മദ് റളിയല്ലാഹു അൻഹു ചെല്ലുണ്ട് അൽ ഖളബ് മിഫ്താഹു കുല്ലി ഷർറിൻ, എല്ലാ ഷർറിൻ്റെ താക്കോലായിട്ട് അർസ ചെല്ലുന്നുണ്ട്. അർസ കൊണ്ട് മനുഷ്യൻ എന്തെല്ലാം ആക്കി പോകണ്ടു. മൻ കഫ ഖലബഹു കഫല്ലാഹു ഇന്ദ അൻഹു അദാബഹു. ഒരാൾ തൻ്റെ അർസ കൊണ്ടു അർസത്തെ നിയന്ത്രിച്ചിട്ട് താൻ പ്രതികാര ബീട്ടവും ഉള്ളതിനെ പ്രതികാര ബീട്ടാണ്ടിരിച്ചിട്ടുണ്ടെങ്കിൽ നാളെ പരലോകത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മേൽ അവനാക്കിയതായ ദോഷത്തെ കാരണം കൊണ്ട് അവൻ്റെ മേലുള്ള അർസ ഉണ്ടല്ലോ, ആ അർസത്തെ അള്ളാഹു നിയന്ത്രിക്കണം. അള്ളാഹു അവൻ്റെ മേൽ പ്രതികാര ബീട്ടല്ലേ. ഇതിനെല്ലാം ഹദീസിൽ അർസത്തെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഉപദേശം വന്നത്. അതുകൊണ്ടും ആയത്തര സബുർ അർസ വന്നപ്പോൾ സബുർ ചെയ്യുക പ്രയത്നാക്കണം. മൂക്കറക്കൊടിൽ അർസ വന്നെങ്കിൽ നിങ്ങൾക്കത് നഷ്ടമേ ഉണ്ടാക്കരുത്. എത്രയോ ആൾമാർക്ക് അങ്ങനെ ജീവനമാർഗ്ഗമേ ഇല്ലാണ്ടായി പോകണ്ടു. ചെന്നെങ്കിൽ അർസ വന്നപ്പോൾ ഡ്യൂട്ടിയിലെല്ലാം അർസ വന്നപ്പോൾ എന്തെങ്കിലും മേൽവർഗത്തെ ഓഫീസർമാർക്ക് എന്തെങ്കിലും ചെന്ന് പോകണ്ടു. അപ്പോൾ ചെന്ന് പോകുമ്പോൾ അങ്ങനത്തെ അർസത്ത് കൊണ്ട് ഡിസ്മിസ് ആക്കുക, അങ്ങനെ സ്വരമേ നഷ്ടപ്പെട്ടു പോകണ്ടു. ഇതെല്ലാം വലിയ പാടായിട്ടിരിക്കണം ഞങ്ങൾക്ക്. ആ സന്ദർഭം അർസ വന്നപ്പോൾ എത്ര കൺട്രോളാക്കാം, പിന്നെ ആ ഒരു പരിസ്ഥിതി തെളിഞ്ഞു പോകുന്നുണ്ട്, പിന്നെ സമമാണ്. പക്ഷേ ഈ അർസ വന്നപ്പോൾ ഞങ്ങൾ എടുത്ത് ചാടിയെങ്കിൽ അതിൽ പിന്നെ ഞങ്ങൾക്ക് നഷ്ടമേ ഉണ്ടാക്കണമല്ല, ഒരു ലാഭം അതിൽ ഉണ്ടാക്കില്ല. ജീവനപര്യന്തം അത് ഖേദത്തിന് കാരണമാവും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളുടെ സ്വഭാവം നല്ലാക്കിയിട്ട് ഇത്തരത്തിലുള്ള ചീത്ത സ്വഭാവത്തിട്ട് അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ആമീൻ.